ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും യുവർ സൈക്കോമെറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹെൽത്ത് സൈക്കോളജി ആണ്. MG യൂണിവേഴ്സിറ്റിയിലെ MSc സൈക്കോളജി മൊഡ്യൂൾ 1 സെം 2 മൊഡ്യൂൾ 1 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ എന്താ പറയാ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഏത് ഹെൽത്ത് സൈക്കോളജിയും തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പോൾ PG പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമല്ല, അല്ലാത്ത ഹെൽത്ത് സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് സൈക്കോളജി എന്നുള്ളതാണ് മൊഡ്യൂൾ 1ന്റെ പേര്. MG യൂണിവേഴ്സിറ്റിയിലെ MSc സൈക്കോളജിക്കാരുടെ സെം 2 ഹെൽത്ത് സൈക്കോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് സൈക്കോളജി എന്നാണ്. അപ്പം ആ മൊഡ്യൂളിൽ നമുക്ക് 5 യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ തിയറീസ്, ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി പോലെയുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം നിങ്ങൾ ഇപ്പം ഡിഗ്രി പഠിക്കുന്ന പിള്ളേരൊക്കെ പഠിക്കുന്ന കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ആണ് ഹെൽത്ത് സൈക്കോളജിനെ പറ്റി പഠിക്കുന്നത്. യൂണിറ്റ് 1 ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് സൈക്കോളജി, നീഡ് ഓഫ് ഹെൽത്ത് സൈക്കോളജി, മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ്, എ ബ്രീഫ് ഹിസ്റ്ററി. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ അതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഹെൽത്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? കൂടുതലും ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അയാൾക്കൊരു ഡിസീസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഇഞ്ചറി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇഞ്ചറിയോ ഒരു ഷുഗറോ പ്രഷറോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അയാൾ നല്ലൊരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് നമ്മൾ പറയും. പക്ഷെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മളത് ഫിസിക്കലി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയാൾ ഹെൽത്തി ആണ് അൺഹെൽത്തി ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 പറഞ്ഞത് ഇങ്ങനെയാണ്: According World Health Organization 1948, health is a complete state of physical, mental and social well-being and not merely the absence of disease or injury. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണ്ണിൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ മാത്രമല്ല, മെന്റലി സോഷ്യലി ഒക്കെ നമ്മൾ ആ മൊത്തം കാര്യങ്ങളിൽ, ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഈ 3 കാര്യങ്ങളിലും നമ്മൾ എന്താ പറയാ, നമ്മൾ ഓക്കെ ആണെങ്കിൽ, കംപ്ലീറ്റ് ആണ്, നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ഒരു പ്രശ്നമല്ല, നമ്മൾ വളരെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അയാൾ ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാം. അല്ലാണ്ട് അയാൾക്ക് ഒരു ഡിസീസ് ഇല്ല അല്ലെങ്കിൽ ഒരു ഇഞ്ചറി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ ഫിസിക്കലി മെന്റലി സോഷ്യലൊക്കെ ഓക്കെ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? ഹെൽത്തി പേഴ്സൺ ആണ്. ഇപ്പൊ ചിലവർക്ക് നോക്കുമ്പോൾ നേരിട്ട് നോക്കുമ്പോൾ ഫിസിക്കലി പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ അവർക്ക് മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അയാൾ എന്തല്ല? ഹെൽത്തി പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അയാൾ ഫിസിക്കലി മെന്റലി സോഷ്യലൊക്കെ ഓക്കെയാണ്. ഫിസിക്കലി എന്ന് പറയുമ്പോൾ അയാൾക്ക് ഷുഗറും പ്രഷറും കാര്യങ്ങളില്ല, നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ മെന്റലി അയാൾ ഭയങ്കര ഹാപ്പിയാണ്, കാമൊക്കെയാണ്. സോഷ്യലി എന്ന് പറയുമ്പോൾ ആൾക്ക് നല്ല ഫ്രണ്ട്സും റിലേഷൻഷിപ്സും ഒക്കെ ഉണ്ട്, നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അയാളെ നമുക്കൊരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയാൻ പറ്റും. എന്തിന്റെ പേരിൽ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം ഫിസിക്കലി മെന്റലി സോഷ്യലി ഒരാൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അയാൾ എന്ത് പറയാൻ പറ്റുള്ളൂ? ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അയാൾക്ക് ഒരു ഡിസീസോ ഇഞ്ചറിയോ ഇല്ലെങ്കിൽ അയാൾ എന്താണ്? ഹെൽത്തി പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഹെൽത്ത് സൈക്കോളജി എന്താണെന്നുള്ളത് നോക്കാം. ഹെൽത്ത് സൈക്കോളജി ഈസ് എ സ്പെഷ്യാലിറ്റി ഏരിയ ഇൻ സൈക്കോളജി ദാറ്റ് ഫോക്കസസ് ഓൺ ഹൗ ബയോളജിക്കൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഹെൽത്ത് ആൻഡ് ഇൽനസ്. ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയിൽ ഒരു സ്പെഷ്യൽ ഏരിയയാണ്. അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എങ്ങനെയാണ് ബയോളജിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഒരു ഹെൽത്തിനെയും ഇൽനെസ്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആര്? ഹെൽത്ത് സൈക്കോളജി. അപ്പോൾ ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തിനെ എങ്ങനെയാണ് ബയോളജിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിൽ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിയുടെ സ്പെഷ്യൽ ഏരിയ ആണ് ഹെൽത്ത് സൈക്കോളജി. ഇനി ഹെൽത്ത് സൈക്കോളജി ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഹെൽത്ത് സൈക്കോളജി സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത്. അതായത് നമുക്ക് നമ്മുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, അത് ഇപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ഒരു ഹെൽത്തി ഹാബിറ്റ്സിലൂടെ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് തുടരാം എന്നുള്ളതൊക്കെ എന്താണ് ആളുകളെ പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആളുകളുടെ അവയർനെസ്സിലേക്ക്, അല്ലെങ്കിൽ ആളുകളുടെ അറിവിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ആയിട്ട് ഹെൽത്ത് സൈക്കോളജി സഹായിക്കുന്നുണ്ട്. ഇനി എറ്റിയോളജി ഓഫ് ഇൽനസ് എന്ന് പറഞ്ഞാൽ, എറ്റിയോളജി എന്ന് പറഞ്ഞാൽ കോസസ് ഓഫ് ഇൽനസ് എന്നുള്ളതാണ്. ഒരു ഇൽനസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് എറ്റിയോളജി ഓഫ് ഇൽനസ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ രോഗം വരാനുണ്ടായ റീസൺ എന്താണെന്നുള്ളത് നോക്കാം. ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൽനസ്. ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു മെന്റൽ ഇൽനസ് ഉണ്ടായി കഴിഞ്ഞാൽ
അതിനെ പ്രിവെന്റ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്താണ് ഹെൽത്ത് സൈക്കോളജി, ഇതൊക്കെ ചെയ്യാനായിട്ട് ഹെൽത്ത് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സ്റ്റഡി ഓഫ് സൈക്കോളജിക്കൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഫാക്ടേഴ്സ് ഇൻ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൽനെസ്. ഒരാൾക്ക് ഒരു മെന്റൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ ആ മെന്റൽ ഇൽനെസ് വരാനുണ്ടായ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇമോഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ബിഹേവിയറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഹെൽത്ത് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അയാൾക്ക് അതൊക്കെ ഉണ്ടാവാനുണ്ടായ ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സ് വെച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് ഫോർമുലേഷൻ ഓഫ് ഹെൽത്ത് പോളിസി. ഹെൽത്ത് കെയർ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യിപ്പിക്കുക. അപ്പൊ പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ട് അവര് സംസാരിക്കുക. ചില ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര ചൂടായിട്ടൊക്കെ പെരുമാറാറുണ്ട്. അപ്പൊ അത് അവരെ എന്തായിരിക്കും കൂടുതലും സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ അതേപോലെ എങ്ങനെയാണ് പേഷ്യൻസിനോട് നമുക്ക് വളരെ കാം ആയിട്ട് കൈൻഡ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഈ എന്താ പറയാ ഡോക്ടേഴ്സിനെയും അവിടെയുള്ള നഴ്സുമാരെയൊക്കെ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ അതൊക്കെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഫോർമുലേഷൻ ഓഫ് ഹെൽത്ത് പോളിസി, അതായത് ഇപ്പൊ ഗവൺമെന്റിൽ ഒരുപാട് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനൊക്കെ ആയിട്ട് ഹെൽത്ത് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ വാക്സിനേഷനെ പറ്റിയുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് ക്ലാസ് കൊടുക്കുക, ഇതൊക്കെ എന്താണ് ഒരു ഹെൽത്ത് പോളിസി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്ടോ. ഇനി in 1978 the division of health psychology was formed within the American Psychology Association APA. അതായത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ കൂടെ തന്നെ ഒരു ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിവിഷൻ 1978 ഫോം ചെയ്തു. അതിൽ ജോസഫ് മട്ടാരാസോ എന്ന് പറയുന്ന ആളാണ് APA ഡിവിഷൻ ഓഫ് ഹെൽത്ത് സൈക്കോളജിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് വന്നത്. ആള് ഹെൽത്ത് സൈക്കോളജിയെ പറ്റിയിട്ട് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള നീഡ് തന്നെയാണ് ഇതിൽ അയാൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഹെൽത്ത് സൈക്കോളജി ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ദ എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് പ്രൊഫഷണൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ discipline of psychology to the promotion and maintenance of health, the prevention and treatment of illness, the identification of etiological and diagnostic correlates of health, illness and related dysfunctions, and the improvement of the healthcare system and health policy formation. എന്താ പറഞ്ഞിട്ടുള്ളത്, ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ, ഒരു അഗ്രഗേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ, സയന്റിഫിക്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജി ഡിസിപ്ലിനിലേക്ക് എഡ്യൂക്കേഷനും സയന്റിഫിക് ആയിട്ട് ഒരു പ്രൊഫഷണൽ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കൂടുതൽ എന്താ നോക്കുന്നത്, പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത്, ഹെൽത്തിനെ പറ്റിയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സുമായിട്ട് ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് സ്റ്റേ ഹെൽത്തി ആയിട്ട് നിൽക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തിനെ പറ്റി അവർ പ്രൊമോട്ട് ചെയ്യുക. ദ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഇൽനെസ്, ഒരു ഇൽനെസ് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന പ്രിവെൻഷൻ എന്താണ്, ഇപ്പൊ ഒരു സ്മോക്കിംഗ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിവെൻഷൻ മെത്തേഡ് എടുക്കണം, അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഹെൽത്ത് സൈക്കോളജി നോക്കുന്നുണ്ട്. ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് എറ്റിയോളജിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് കോറിലേറ്റ്സ് ഓഫ് ഹെൽത്ത്, അതായത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൽനെസ് വരാനുണ്ടായ റീസൺ എന്താന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇനി ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ രോഗങ്ങൾ വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇൽനെസ് ആൻഡ് റിലേറ്റഡ് ഡിസ്ഫങ്ഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽത്തും ഇൽനെസ്സും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ഡിസ്ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യന്റ് ഫ്രണ്ട്ലി ആക്കുക. അപ്പം എന്തായിരിക്കും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പൊ ചില ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ തന്നെ നമ്മുടെ പകുതി അസുഖം പോകും. അപ്പം അതാണ് എന്താണ് ആ ഒരു ഡോക്ടർ പേഷ്യന്റ് എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അത്തരത്തിൽ എല്ലാ രീതിയിലും എന്ത് ചെയ്യുക, എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ ഫ്രണ്ട്ലി ആവാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ അവിടുത്തെ എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ ഈ പേഷ്യൻസിന് സ്ട്രെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. അതൊക്കെ അതിന് എക്സാമ്പിൾ ആട്ടോ. ഇനി ഹെൽത്ത് പോളിസി ഫോർമേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റിന് ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി ഒക്കെ ഫോം ചെയ്യാനായിട്ടൊക്കെ ഹെൽത്ത് സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്തേക്ക് പോവാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നീഡ് അല്ലെങ്കിൽ റിലവൻസ് ഫോർ ഹെൽത്ത് സൈക്കോളജി, അതായത് ഹെൽത്ത് സൈക്കോളജിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ പോയിന്റ്സ് ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത് ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് ഇൽനെസ് എന്നുള്ളതാണ് ഒരു നീഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഏർലിയർ, അതായത് ബിഫോർ 20th സെഞ്ചുറി, മേജർ കോസസ് ഓഫ് ഡെത്ത് were acute infectious disease, എക്സാമ്പിൾ ട്യൂബർക്കുലോസിസ്, ന്യൂമോണിയ. അതായത് അതിന് മുമ്പ് അക്യൂട്ട് ഇൽനെസ് എന്താണെന്നുള്ളത് നോക്കാം. അക്യൂട്ട് ഇൽനെസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കും, കുറച്ചു കാലം മാത്രം ഉണ്ടാവുന്ന ഒരു രോഗമായിരിക്കും അക്യൂട്ട് ഇൽനെസ്. ആൻഡ് കോസ്ഡ് ബൈ വൈറസസ് ഓർ ബാക്ടീരിയ, വൈറസസ് അല്ലെങ്കിൽ ബാക്ടീരിയ കാരണം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അത് ഷോർട്ട് ടേം ആയിരിക്കും. അത്തരത്തിലുള്ള ഇൽനെസ്സിനെ നമ്മൾ അക്യൂട്ട് ഇൽനെസ് എന്നാ പറയാം. അത് നമുക്ക് യൂഷ്വലി ക്യൂറബിൾ ആണ്, എന്ന് വെച്ചാൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് മാറ്റാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള അസുഖങ്ങളെയാണ് നമ്മൾ അക്യൂട്ട് ഇൽനെസ് എന്ന് പറയാം. ഇനി ക്രോണിക് ഇൽനെസ് എന്താണെന്നുള്ളത് നോക്കാം. ലോങ് ടേം ആയിരിക്കും, സ്ലോ ഡെവലപ്മെന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് കുറേ കാലം നീണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഇൽനെസ് ആയിരിക്കും. അതിന് നമ്മൾ ക്രോണിക് ഇൽനെസ് എന്നാ പറയാ. അത് വളരെ സ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിലതൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും, എന്നാൽ എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇനി മാനേജ്ഡ് ഓവർ ടൈം, നമുക്ക് അതിനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ചിലപ്പം ക്യൂർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഹേർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ക്യാൻസർ, റെസ്പിറേറ്ററി ഡിസീസ് ഒക്കെ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇൽനെസ് ആണ്. അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒന്നും ക്യൂർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, നമുക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ വായിച്ച സെന്റൻസ് ഇതാണ്. ഒരു 20th സെഞ്ചുറിക്കൊക്കെ മുൻപ് എന്താണ് ഇങ്ങനെ ഡെത്ത്, മരണത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ കോസസ് ഓഫ് ഡെത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയപ്പോൾ അതിൽ മേജർ കോസസ് ഓഫ് ഡെത്തിനും കാരണം അക്യൂട്ട് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിരുന്നു. അതായത് ഈ വൈറസും ബാക്ടീരിയ ഒക്കെ കാരണം മൂലം ഉണ്ടാകുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള എന്താണ് ഇൽനെസ് കാരണമായിരുന്നു പല ആളുകളുടെയും മരണത്തിന്റെ ഒരു റീസൺ എന്ന് പറയുന്ന അക്യൂട്ട് ഡിസീസ് ആയിരുന്നു. ട്യൂബർക്യുലോസിസ്, ന്യൂമോണിയ പോലെയുള്ള എന്താണ് അസുഖങ്ങളായിരുന്നു ഭൂരിഭാഗം ആളുകളുടെയും ഡെത്തിന് കാരണമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഡ്യൂ ടു ഇംപ്രൂവ്ഡ് പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ ആൻഡ് സീവേജ് സിസ്റ്റംസ് ആൻഡ് ദ ഡിസീസ് റെഡ്യൂസ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇത്തരത്തിൽ അക്യൂട്ട് ഡിസീസ് കാരണമാണ് പല ആളുകളും മരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിച്ചു, അതായത് സാനിറ്റേഷൻ, അതുപോലെ തന്നെ സീവേജ് സിസ്റ്റംസ് ഇതൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ ഇംപ്രൂവ് ചെയ്യിപ്പിച്ചു. അത് കാരണം ഈ പറയുന്ന അക്യൂട്ട് ഡിസീസ് എന്ത് ചെയ്തു, കുറഞ്ഞു. നൗ ക്രോണിക് ഇൽനെസസ് ആർ ദ മെയിൻ കോസസ് ഓഫ് ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, ആൻഡ് എസ്പെഷ്യലി ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് പക്ഷെ ഇപ്പോൾ ഏർലി 20th സെഞ്ചുറിക്ക് മുമ്പ് മരണത്തിന്റെ റീസൺ എന്ന് പറയുന്ന അക്യൂട്ട് ഡിസീസ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് ഡെത്തിന് അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റിക്ക്, ഒരു വൈകല്യത്തിന്റെ ഒക്കെ ഒരു മെയിൻ കോസസ് എന്ന് പറയുന്നത്, ആ ഒരു ഇൽനെസസിന്റെ ഒക്കെ ഒരു മെയിൻ കോസസ് എന്ന് പറയുന്നത് എന്താണ്, ക്രോണിക് ഇൽനെസ് ആണ്. ഓക്കെ, ആ ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡെത്തിന്റെ ഒക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്രോണിക് ഇൽനെസ് ആണ്. കൂടുതലും ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ മരിക്കുന്നതിനും അവിടെയുള്ള ആളുകളൊക്കെ ഡിസേബിൾ ആകുന്നതിന്റെയും ഒരു മെയിൻ റീസൺ അല്ലെങ്കിൽ മെയിൻ കോസ് എന്ന് പറയുന്നത് ക്രോണിക് ഇൽനെസ് ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി റോൾ ഓഫ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ഇൻ ക്രോണിക് ഇൽനെസ്. അപ്പൊ ക്രോണിക് ഇൽനെസ് ഉള്ളതിൽ ഹെൽത്ത് സൈക്കോളജിസ്റ്റിനൊക്കെ എന്താണ് റോൾ എന്നുള്ളതാണ്. ഒന്ന്, ഇൻഫ്ലുവൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. അതായത് നമ്മളുടെ ഒരു ഡിസീസിന്, നമ്മുടെ ഒരു ക്രോണിക് ഇൽനെസ്സിന് നമ്മളുടെ ബിഹേവിയറും നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആണ് കൂടുതൽ നമ്മുടെ ക്രോണിക് ഇൽനെസ്സിനെയൊക്കെ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്രോണിക് ഇൽനെസ് ഒക്കെ ഉണ്ടാവുന്നതിന് ഒരു ഒരു കോസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിസീസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്ഷൽ ബിഹേവിയർ ലിങ്ക് ടു റിസ്ക് ഓഫ് എയ്ഡ്സ്, അതായത് എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതിൽ നമ്മൾ അൺനെസസറി ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സായിട്ടൊക്കെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് മൂലമൊക്കെ നമുക്ക് എയ്ഡ്സ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മുടെ ബിഹേവിയറും നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി സൈക്കോളജിക്കൽ മാനേജ്മെന്റ് എന്താണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ഉണ്ടാവുന്ന റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ലോങ് ടേം ഇൽനെസ് വരുമ്പോൾ ആ ലോങ് ടേം ഇൽനെസ്സിലൂടെ ആ വ്യക്തി കടന്നു പോകുമ്പോൾ, ഇപ്പൊ ഒരു ക്യാൻസർ ആണെന്ന് വിചാരിക്കുക, ആ വ്യക്തി കടന്നു പോകുമ്പോൾ അവർക്ക് മെന്റലി ആയിട്ടും ഇമോഷണലി ആയിട്ടും അവർക്ക് എന്തായിരിക്കും പ്രശ്നങ്ങളായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ് പോലുള്ള സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിൽ ലോങ് ടേം ഇൽനെസ്സുമായിട്ട് ആ ഒരു പേഷ്യൻസിനെ കോപ്പ് ചെയ്യാനായിട്ട്, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ ക്രോണിക് ഇൽനെസ്സിനെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പഠിപ്പിക്കും. പിന്നെ നമുക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ലോങ് ടേം ഇൽനെസ്സുമായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യും. സപ്പോർട്ട് ഇമോഷണൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് ഇമോഷണലും ഒരു സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസിസ്റ്റ് ഇൻ മാനേജിങ് ട്രീറ്റ്മെന്റ് ആൻഡ് സെൽഫ് കെയർ. ഇപ്പൊ ഒരു ലോങ് ടേം ഇൽനെസ് ആകുമ്പോൾ അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് മാനേജ് ചെയ്യാൻ, അവർക്ക് ഒരു സെൽഫ് കെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുക, മരുന്ന് കുടിക്കാൻ വേണ്ടി അവർ ഇതാക്കുക, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുക. ആൻഡ് ഇമ്പാക്ട് ഓൺ ഡെയിലി ലൈഫ് എന്നുള്ളത്, അതായത് നമുക്കൊരു ലോങ് ടേം ഇൽനെസ് വരുമ്പോൾ അത് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരുടെ റിലേഷൻഷിപ്പിനെയും ഫംഗ്ഷനിങ്ങിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ക്രോണിക് ഇൽനെസ്. അപ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ക്രോണിക് ഇൽനെസ്സിൽ ഹെൽത്ത് സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത നീഡിലേക്ക് നമുക്ക് പോകാം. അടുത്ത അടുത്ത നീഡാണ് അഡ്വാൻസസ് ഇൻ ടെക്നോളജി ആൻഡ് റിസർച്ച്. ന്യൂ മെഡിക്കൽ അഡ്വാൻസസ് റൈസ് സൈക്കോളജിക്കൽ ഇഷ്യൂസ്. അതായത് പുതിയ മെഡിക്കൽ അഡ്വാൻസസ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് കുറച്ച് മെഡിക്കൽ അഡ്വാൻസസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലെങ്തൻ ചെയ്യാൻ പറ്റുന്ന മെഷീൻസും അതുപോലെ തന്നെ മെത്തേഡ്സും ട്രീറ്റ്മെന്റ്സും ഒക്കെയാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ലൈഫ് ലെങ്ത് കൂട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ അഡ്വാൻസസ് കാരണം നമുക്ക് അത്തരത്തിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും അതിനോടൊപ്പം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലൈഫ് പ്രോലോങ്ങിങ് ട്രീറ്റ്മെന്റ്സ് മേ റെഡ്യൂസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ലൈഫ് പ്രോലോങ്ങിങ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ലെങ്ത് കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അടുത്ത പോയിന്റ് കൂടെ വെച്ചിട്ട് ഞാൻ മൊത്തത്തിലൊരു എക്സാമ്പിൾ പറയാം. ഇനി പേഷ്യൻസ് മസ്റ്റ് ഡിസൈഡ് ഓൺ ലൈഫ് സസ്റ്റൈനിങ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് പ്രൊവൈഡ് കൗൺസിലിംഗ് ആൻഡ് സപ്പോർട്ട്. അതായത് ഇപ്പൊ ലൈഫ് പ്രോലോങ്ങിങ് ട്രീറ്റ്മെന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ക്യാൻസർ പേഷ്യന്റിന് ലൈഫ് ലെങ്തും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും കീമോതെറാപ്പിക്ക് പോകാനായിട്ട്. അപ്പൊ ആള് കീമോതെറാപ്പിക്ക് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ പോലും, അയാളുടെ ലൈഫിന്റെ ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, പെയിനും അതുപോലെ തന്നെ ഫെറ്റീഗും ഇമോഷണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് അവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ഉണ്ടാവുന്ന റോൾ എന്താണ്, ഈ പറയുന്ന പേഷ്യന്റിനെയും അവരുടെ ഫാമിലിനെയും ഒക്കെ അവർക്ക് ഇമോഷണലി കോപ്പ് ചെയ്യാനും അവരുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റിന്റെ ഒരു എന്താണ് റോൾ എന്ന് പറയുന്നത്. ഇനി പേഷ്യന്റ് മസ്റ്റ് ഡിസൈഡ് ഓൺ ലൈഫ് സസ്റ്റൈനിങ് ട്രീറ്റ്മെന്റ്സ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില സമയത്ത് പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ചില ലൈഫ് ലെങ്ത് കൂട്ടുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ്സിന് ഒരു ഡിസിഷൻ എടുക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെന്റിലേറ്റേഴ്സ് അല്ലെങ്കിൽ ഫീഡിങ് ട്യൂബ് പോലുള്ള ട്രീറ്റ്മെന്റിലേക്കൊക്കെ ആളുകൾ പോവാണ്ട്. അപ്പൊ ഈ ഒരു ഡിസിഷൻ അവർ എടുക്കുന്നതിൽ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രഗിൾസ് ഒക്കെ ഉള്ളത് മൂലമാണ് അവർ അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുന്നത്. ഒരു വെന്റിലേറ്റേഴ്സിലേക്ക് പോവാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പൊ അത്തരത്തില് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൽഡർലി ഒരു പേഷ്യന്റ് ആണ്, അയാൾ ഐസിയുലാണ് കിടക്കുന്നത്. അപ്പൊ അയാൾക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താണ്. അപ്പോൾ എന്താണ് അവരുടെ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന എന്തായിരിക്കും, ഈ ഒരു ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ, അവർക്ക് അവരുടെ വാല്യൂ അനുസരിച്ചുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഈ പറയുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പം ഹെൽത്ത് സൈക്കോളജിസ്റ്റ് പ്രൊവൈഡ് കൗൺസിലിംഗ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ആളുകൾക്ക് വളരെയധികം സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പം ക്യാൻസർ വരികയാണെങ്കിൽ കീമോതെറാപ്പിക്കൊക്കെ പോകുമ്പോൾ അവരുടെ മുടി അങ്ങനെ പോലെയുള്ള അവരുടെ ബോഡി ഫീച്ചേഴ്സ് തന്നെ മാറും. അപ്പൊ അതൊന്നും ചില സമയത്ത് പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളന്നില്ല. അപ്പൊ അത്തരത്തിൽ ഉണ്ടാവുമ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഒക്കെ നേരാക്കാൻ വേണ്ടിയിട്ടൊക്കെ കൗൺസിലിംഗ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ ഹെൽത്ത് സൈക്കോളജിസ്റ്റിന്റെ റോളാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പാൻഡഡ് ഹെൽത്ത് കെയർ സർവീസസ് എന്ന് പറയുന്ന നീഡിനെ പറ്റിയാണ്. ഹെൽത്ത് കെയർ ഈസ് ദ ലാർജസ്റ്റ് സർവീസ് ഇൻഡസ്ട്രി. ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. അതായത് ഇപ്പൊ നമ്മളൊരു ഓരോ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പിന്നെ മറ്റു സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് സ്റ്റാഫുകളുള്ള ഒരു ഹെൽത്ത് കെയർ ആയിരിക്കും. നമുക്ക് ഇപ്പൊ നമ്മുടെ ഏരിയയിലുള്ള ഒരു ഹോസ്പിറ്റൽ എടുത്താൽ തന്നെ അവിടെ ഒരുപാട് സ്റ്റാഫുകൾ എന്തുണ്ട്, ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്, ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെന്നുള്ളതാണ്. ഇനി ബിഗ് ഇൻഇക്വാലിറ്റി, സം ഗെറ്റ് ബെസ്റ്റ് കെയർ ആൻഡ് അതേഴ്സ് ഓൺലി എമർജൻസി കെയർ. ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരു വലിയ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് എല്ലാ ആളുകൾക്കും ഒരേ തരത്തിലുള്ള ഒരേ ക്വാളിറ്റിയിലുള്ള ട്രീറ്റ്മെന്റുകളല്ല കിട്ടുന്നത്. അതിലൊരു ഇൻഇക്വാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് നല്ല ബെസ്റ്റ് കെയർ കിട്ടുന്നുണ്ട്, ചില ആളുകൾക്ക് എമർജൻസി ആയിട്ടുള്ള കെയർ മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ പാവപ്പെട്ട ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ള അത്രയും എമൗണ്ടിലുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവര് എന്തായിരിക്കും, അവര് ഈ പാവപ്പെട്ടവർക്ക് എന്താണ് ഗവൺമെന്റ് ആശുപത്രി, അപ്പൊ അവിടെ കുറേ ക്യൂ ഒക്കെ നിന്ന്
എന്താണ് അത്രയും ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ ഒരു പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. അപ്പം അവർക്ക് എന്താണ്, ചില ആളുകൾക്ക് നല്ല ബെസ്റ്റ് കെയർ കിട്ടുന്നുണ്ട്, ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ബെസ്റ്റ് കെയർ കിട്ടുന്നില്ല. പൈസ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കും. പാവപ്പെട്ട ആളുകൾക്കാണെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് എമർജൻസി കെയറുകളായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുക. ഇനി മെനി കനോട്ട് അഫോർഡ് ഇൻഷുറൻസ് ഓർ ഹോസ്പിറ്റൽ കോസ്റ്റസ്, പ്രിവെൻഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതായത് എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ഇൻഷുറൻസും ഹോസ്പിറ്റൽ കോസ്റ്റുകളും ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പം അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, പ്രിവെൻഷൻ. അപ്പൊ നമുക്കൊരു ഹേർട്ടിന് ഒരു പ്രോബ്ലം വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ പൈസ ഉള്ള ആളാണെങ്കിൽ എന്തായിരിക്കും, ഹേർട്ട് സർജറി ചെയ്യും. പൈസ ഇല്ലാത്ത ആളുകളാണെങ്കിലോ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം പൈസ ഇല്ലാത്ത ആളുകൾ എന്താണ്, ആ ഒരു ഹേർട്ട് പ്രോബ്ലം വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ ആണ് എടുക്കേണ്ടത്. അതായത് അവര് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ്, അതുപോലെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ എന്താണ്, നമുക്ക് ഇത്തരത്തിലുള്ള വലിയ വലിയ രോഗങ്ങളെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഷുറൻസും ഹോസ്പിറ്റൽ കോസ്റ്റസും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ ഈ പ്രിവെൻഷൻ ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആവണം. അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു കെയർ കൊടുത്തിട്ടുണ്ടാവണം. ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സുകൾ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി റോൾ ഓഫ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ്. അപ്പൊ ഇവിടെ എന്താണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ഉണ്ടാവുന്ന റോൾ എന്താണ്? ഒന്ന് ഫോക്കസ് ഓൺ പ്രിവെൻഷൻ, ലോവർ കോസസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ പ്രിവെൻഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള സ്മോക്കിംഗ്, പിന്നെ ആൽക്കഹോൾ ഇൻടേക്ക്, ഇങ്ങനെയുള്ള ഡ്രഗ്സ് അങ്ങനെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള റിസ്കി ബിഹേവിയേഴ്സസ് അല്ലെങ്കിൽ എന്താ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ വലിയ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ചെലവാക്കേണ്ട എമൗണ്ട് നമുക്ക് ഇത്തരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ലാഭിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇനി ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റംസ്. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പോൾ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള എന്താണ് കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇംപ്രൂവ് ആക്കുക. അവർക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഡോക്ടർ പേഷ്യൻസിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, പേഷ്യന്റ് ഫ്രണ്ട്ലി ആക്കി കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഇനി അഡ്രസ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, റിലേഷൻഷിപ്പ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടാവും, അവർക്ക് ഒരു രോഗം വരുമ്പോൾ ഉണ്ടാവും. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം, കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ ഇതാക്കുക, ഹെൽപ്പ് ചെയ്യാം. ഇനി ഹെൽപ്പ് മേക്ക് ഹെൽത്ത് കെയർ മോർ ആക്സസിബിൾ ആണ്, യൂസർ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ ഇതുപോലെയുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന രോഗം വരുമ്പോൾ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ആരെയാണ് ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കുന്ന തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, വില്ലേജ് തരത്തിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് റോൾ ഓഫ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് നീഡാണ് നമ്മൾ പറയുന്നത്, ഇൻക്രീസ്ഡ് മെഡിക്കൽ അക്സെപ്റ്റൻസ് ഫോർ ഹെൽത്ത് സൈക്കോളജി. ഇൻക്രീസിങ് അക്സെപ്റ്റൻസ് ഓഫ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ഇൻ മെഡിസിൻ. അതായത് മെഡിക്കൽ ഫീൽഡിൽ ഹെൽത്ത് സൈക്കോളജിസ്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് മനസ്സിലായി ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്തിന്റെ കൂടെ മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ റിക്കവറി ചാൻസസ് കൂടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ഹെൽത്തിനെ എന്താണ് മെന്റൽ ഹെൽത്തും എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. അപ്പോൾ ഹെൽത്ത് സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഈ ഹെൽത്ത് സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. ചില വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പൊ സൈക്കോളജിസ്റ്റുകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇനി പ്രൊവൈഡ് ഷോർട്ട് ടേം ബിഹേവിയറൽ ഇന്റർവെൻഷൻസ്. അതായത് ഈ എന്താ പറയാ, ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവിയറൽ ഇന്റർവെൻഷൻസ്, കുറച്ച് നേരത്തേക്കുള്ള ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളതാണ് താഴത്ത് കൊടുത്തുള്ള പെയിൻ മാനേജ്മെന്റ്, റെഡ്യൂസിങ് സ്മോക്കിംഗ് ആൻഡ് അൺഹെൽത്തി ഹാബിറ്റ്സ്, മാനേജിങ് ട്രീറ്റ്മെന്റ് സൈഡ് എഫക്ട്സ്. പെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സർജറി ഒക്കെ കഴിയുമ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കും, പെയിൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പെയിനെ നമുക്ക് എങ്ങനെ കോപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം നമ്മളിപ്പം സർജറി ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരിക്കും, അവർക്ക് ആ ഒരു സർജറി ചെയ്യണം എന്നുള്ള ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കും. ആ ഒരു സ്ട്രെസ്സിനെ അവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ പെയിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ആ പേഷ്യന്റ് പാട്ട് പാടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതെന്താണ്, അവര് ഡിസ്ട്രാക്ഷനിലൂടെ അവര് ആ ഒരു പെയിനെ മാറ്റുകയാണെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് ഇപ്പം എന്താ പറയാ, റെഗുലർ ആയിട്ടുള്ള ബ്രീതിങ് എക്സസൈസ് പോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ പെയിൻ മാനേജ്മെന്റിനായിട്ട് അവർ എന്തുണ്ടാവും, പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും.
അടുത്തത് റെഡ്യൂസിങ് സ്മോക്കിംഗ് ആൻഡ് അൺഹെൽത്തി ഹാബിറ്റ്സ് എന്നുള്ളതാണ്. അതായത് സ്മോക്കിംഗ് പോലെയുള്ള അൺഹെൽത്തി ഹാബിറ്റ്സ്, സ്മോക്കിംഗ് അതുപോലെ തന്നെ വേറെയുള്ള അൺഹെൽത്തി ഹാബിറ്റ്സുകളൊക്കെ കുറച്ചിട്ട് ഇവരെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. മാനേജിങ് ട്രീറ്റ്മെന്റ് സൈഡ് എഫക്ട്സ്, ഇപ്പോൾ കീമോതെറാപ്പി പോലെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്തായിരിക്കും. ഓക്കെ, അടുത്തത് റെഡ്യൂസിങ് സ്മോക്കിംഗ് ആൻഡ് അൺഹെൽത്തി ഹാബിറ്റ്സ് എന്നുള്ളതാണ്. സ്മോക്കിംഗ് പോലെയുള്ള അൺഹെൽത്തി ഹാബിറ്റ്സുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് അൺഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാക്കുക, എന്തൊക്കെ ഫാക്ടേഴ്സ് ട്രിഗർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു അൺഹെൽത്തി ഹാബിറ്റ്സ് വരുന്നത്, അതിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്കത് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ഹെൽത്ത് സൈക്കോളജിസ്റ്റിന്റെ ഇതാണ്. ഇനി മാനേജിങ് ട്രീറ്റ്മെന്റ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കീമോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നോസിയ, പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ആൻസൈറ്റി ഇഷ്യൂസും നോസിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ, ഇപ്പൊ നോസിയൊക്കെ വരുന്നത് ചിലപ്പോൾ നമുക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള ടെക്നിക്സ്, സ്കിൽസുകളൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി ടെക്നിക്സ് ആർ ഈസി ടു ലേൺ ആൻഡ് ഗീവ് ലോങ് ടേം ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. ഇപ്പം ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ കൊടുക്കുന്ന ടെക്നിക്സുകളൊക്കെ വളരെ ഈസി ആയിരിക്കും നമുക്ക് പഠിക്കാനായിട്ട്. ചെറിയ ചെറിയ ഇപ്പൊ റിലാക്സേഷൻ ടെക്നിക്സ് പോലെയുള്ള സാധനങ്ങളായിരിക്കും. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും, അതേപോലെ തന്നെ നമുക്ക് ലോങ് ടേമിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോ ഒരു സ്ട്രെസ് വന്നപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തു, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ആ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ സ്ട്രെസ് വരുന്നു അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പഠിച്ചിട്ടുള്ള ആ ഒരു സ്കില്ല് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ടെക്നിക്സ് എന്ന് പറയുന്നത് ഈസി ടു ലേൺ ആണ്, അതൊരു ലോങ് ടേം ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത്. ഇനി ഹെൽപ്പ് റെഡ്യൂസ് ഡിസീസസ്, കൊറോണറി ഹേർട്ട് ഡിസീസ്, അതായത് ഇത്തരത്തില് സ്ട്രെസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ എന്താ പറയാ ഡിസീസ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് അഡ്ജസ്റ്റ്മെന്റ് മെഡിക്കൽ പ്രൊസീജിയർ, എന്തെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയറിന് മുമ്പ് പേഷ്യൻസിന് നമ്മൾ അതിനെ പറ്റി ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അതിനോടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെയിൻ സർജറി നടക്കുക, അപ്പൊ നമുക്ക് എല്ലാവർക്കും സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്, നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ എന്താണ് ആ സർജറി പ്രൊസീജിയർ എന്തൊക്കെയാന്നുള്ളത് പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കും, അത് കുറച്ച് പേടി കുറവുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പം ആ ഒരു പേഷ്യന്റിന് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് ആ ഒരു ജസ്റ്റ് പേടി വരുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ കോപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ പേഷ്യൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് ഈ സ്റ്റെപ്സും, ഇപ്പൊ സർജറിനെ പറ്റിയുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്കത് ഇത്രേ ഉള്ളൂ അല്ലേ എന്നുള്ളത് ചിലപ്പോൾ തോന്നും. ഇപ്പൊ പ്രഗ്നൻസി ഒക്കെ പേടിയുള്ള ആളുകളൊക്കെ, മീൻസ് ഡെലിവറി ഒക്കെ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ എങ്ങനെയായിരിക്കും നമ്മൾ ഡെലിവറി എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആ ഫിയറിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റൽസ് നൗ പ്രിപ്പയർ പേഷ്യൻസ് ബിഫോർ ട്രീറ്റ്മെന്റ്സ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ്സിന് മുമ്പായിട്ട് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ആക്കുന്നുണ്ട്. ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ ഒരു കീമോതെറാപ്പിക്ക് പോകുന്നതിന് ശേഷം എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ കീമോതെറാപ്പിക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണവും മുടി പോവും അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു കൗൺസിലിംഗ് പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് സപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അതായത് ആ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ബിഫോർ ഒരു സർജറിക്ക് മുമ്പാണെങ്കിൽ പോലും ഒരു കൗൺസിലിംഗ് സെഷൻസ് എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റൽസ് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ ഒരു പേഷ്യന്റിനെ പ്രിപ്പയർ ആക്കുക. പേഷ്യന്റിന് മാത്രമായിരിക്കില്ല, അവരുടെ ഫാമിലിനെ അടക്കം എന്ത് ചെയ്യുന്നുണ്ടാവും, കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ്, എ ബ്രീഫ് ഹിസ്റ്ററിയാണ് ഹെൽത്ത് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നത് എങ്ങനെയാണ്, അതിനുണ്ടാവുന്ന ഹിസ്റ്ററി എന്തൊക്കെയാന്നുള്ളതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് വരുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. അപ്പോൾ അതിലെന്താ പറയണത് നോക്കാം. ഡിസീസ് ബിലീവ്ഡ് ടു ബി കോസ്ഡ് ബൈ എവിൽ സ്പിരിറ്റ്സ് എൻ്ററിങ് ദ ബോഡി, അതായത് ഡിസീസ് ഒക്കെ വരുന്നത്, ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ബോഡിയിൽ ഒരു എവിൽ സ്പിരിറ്റ്, ഒരു ചെകുത്താൻ കയറുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഡിസീസ് അല്ലെങ്കിൽ ഇൽനെസ് ഒക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എവിൽ സ്പിരിറ്റ് കയറിയ ഒരു ബോഡീനെ ട്രീറ്റ് ചെയ്യുന്നത് എക്സോസിസം റിച്വൽസ് ബൈ ഷാമൻസ് എന്ന് പറഞ്ഞാൽ ഹീലേഴ്സ്, അതായത് ഇപ്പൊ റിച്വൽസ്, ചാൻസ്, മന്ത്രങ്ങൾ ഇതൊക്കെ ചൊല്ലുന്ന അതായത് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഷാമൻസ് എന്ന് പറയാ. അവര് എക്സോസിസം എന്ന് പോലെയുള്ള ട്രീറ്റ്മെന്റുകളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്തരത്തില് ഒരു ഡിസീസ് വന്ന ഒരാളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സോസിസം ആയിരുന്നു എന്നുള്ളത്. അതായത് മന്ത്രങ്ങളും
ആ ഒരു ചെകുത്താനെ ബോഡിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു അവര് ഒരു ഡിസീസ് വന്നാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത് എക്സോസിസം പോലെയായിരുന്നു. ഇനി ട്രഫിനേഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡും കൂടെ ഉണ്ടായിരുന്നു. മേക്കിംഗ് ഹോൾസ് ഇൻ ദ സ്കൾ ടു റിലീസ് എവിൽ സ്പിരിറ്റ്സ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു എന്ന് വിചാരിക്കുക, ഒരു സിഷേഴ്സ് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരെ അതായത് തലയോട്ടിയിൽ ഒരു ഹോൾ ഇടും, ഡ്രില്ലിങ് ഒരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിൽ നിന്ന് എന്ത് ചെയ്യാണ്, ബ്ലഡ് പുറത്തേക്ക് പോകുമ്പോഴാണ് ബ്ലഡ് പുറത്തേക്ക് പോകുമല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് അതിലൂടെ ആ ഒരു എവിൽ സ്പിരിറ്റ് ആണ് അവരുടെ ബോഡിയിൽ നിന്ന് പോകുന്നത് എന്നുള്ളതാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊരു ഫസ്റ്റത്തെ ഒരു സർജിക്കൽ മെത്തേഡ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് പറയാൻ പറ്റും എന്നുള്ളത്. അതായത് സ്കള്ളിൽ ഹോൾ ഇട്ടിട്ട് ആ എവിൽ സ്പിരിറ്റിനെ റിലീസ് ചെയ്യുന്ന മെത്തേഡാണ് ട്രഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എവിൽ സ്പിരിറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരാൾക്ക് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇൽനെസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത്. അതൊരു സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അവര് പറഞ്ഞു ബോഡിയിൽ ഒരു എവിൽ സ്പിരിറ്റ് കയറുന്നുണ്ട്, അതുകൊണ്ടാണ് അയാൾക്ക് ആ ഒരു ഡിസീസ് ഉണ്ടായെന്നുള്ളതാണ് പറഞ്ഞത്. അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസും കാര്യങ്ങളൊന്നും ഇല്ല, സയന്റിഫിക് പ്രൂഫ് ഒന്നുമില്ല. അപ്പൊ അവർ ട്രീറ്റ് ചെയ്യുന്നത് ഷാമൻസ് എന്ന് പറയുന്ന സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ എക്സോസിസം എന്ന് പറയുന്ന റിച്വൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്, മന്ത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത്. പിന്നെ ഒരു സർജിക്കൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റാണ് വേറൊരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരുന്നു ട്രഫിനേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കള്ളിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു എവിൽ സ്പിരിറ്റിനെ റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെത്തേഡാണ് ട്രഫിനേഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്തേക്ക് പോവാം. ഇനി അടുത്ത ഹിസ്റ്ററിയിലേക്ക് പോവാം. ആൻഷ്യൻ ഗ്രീക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഷിഫ്റ്റ് ഫ്രം സൂപ്പർ നാച്ചുറൽ ടു നാച്ചുറൽ എക്സ്പ്ലനേഷൻസ് ഓഫ് ഡിസീസ്. അതായത് പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പീരിയഡിൽ ഒരു ഡിസീസ് എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ നാച്ചുറൽ എന്നുള്ള ബേസിസിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്തിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആൻഷ്യൻ ഗ്രീക്ക് ആയപ്പോഴേക്കും ഈ സൂപ്പർ നാച്ചുറൽ ആണ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡിൽ ഡിസീസിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. അതൊരു സൂപ്പർ നാച്ചുറൽ ആണ്, അതായത് സയൻസ് വെച്ചിട്ടല്ല അവർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ ആൻഷ്യൻ ഗ്രീക്ക് ആയപ്പോഴേക്കും ഈ സൂപ്പർ നാച്ചുറൽ നിന്നും നാച്ചുറൽ എക്സ്പ്ലനേഷനിലേക്ക് ഷിഫ്റ്റ് ആയി എന്നുള്ളത്. അപ്പൊ ഒരു ഡിസീസ് വന്നാൽ ആ ഡിസീസിന് ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാന്നുള്ളത് ആൻഷ്യൻ ഗ്രീക്ക് ആയപ്പോഴേക്കും കൊടുത്ത സൂപ്പർ നാച്ചുറലിനെ വിട്ടിട്ട് നാച്ചുറൽ എക്സ്പ്ലനേഷനിലേക്ക് കടന്നു എന്നുള്ളതാണ്. അപ്പൊ ഹിപ്പോക്രൈറ്റ്സ് പ്രപ്പോസ്ഡ് ഹ്യൂമറൽ തിയറി എന്നുള്ളതാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ്. പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ ഇമോഷൻസ്, ഇതിലൊക്കെ ഹിപ്പോക്രൈറ്റ്സിന്റെ ഈ ഒരു തിയറി ബേസ് വരുന്നുണ്ട്. അതായത് ഹ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബോഡി ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയണത് ഏതൊക്കെയാ 4 ഹ്യൂമേഴ്സ് നോക്കാം. ബ്ലഡ്, ബ്ലാക്ക് ബൈല്, യെല്ലോ ബൈല്, ഫ്ലം എന്ന് പറയുന്ന 4 ബോഡി ഫ്ലൂയിഡ്സിനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ബോഡി ഹ്യൂമേഴ്സും ബാലൻസ് ആണെങ്കിലാണ് ഒരു പേഴ്സൺ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഡിസീസ് ഈ പറയുന്നതിൽ ഈ 4 ഏതിലേലും ഒന്നില് കുറവ് കാരണമോ അല്ലെങ്കിൽ അത് കൂടുതൽ കാരണമോ ആണ് എന്തുണ്ടാവുക, അയാൾക്ക് ആ ഡിസീസ് ഉണ്ടായത്. ആ ഒരു 4 ഫ്ലൂയിഡ്സിന്റെ ബേസിലായിരിക്കും ആ ഒരു ഡിസീസിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഫ്ലൂയിഡ്സും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? റീസ്റ്റോർ ബാലൻസ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഇതിൽ ഏത് ആ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ഫ്ലൂയിഡ് ആണോ ആ ഫ്ലൂയിഡ് അവിടെ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ആ 4 ഹ്യൂമേഴ്സും അവിടെ ബാലൻസ് ആയി. അപ്പൊ അയാൾ എന്തായി, ഹെൽത്ത് ആയി. അങ്ങനെയാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പൊ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷനേറ്റ് എന്നുള്ളതാണ്. പാഷനേറ്റ് മീൻസ് എനർജി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇനി ബ്ലാക്ക് ബൈൽ എന്ന് പറഞ്ഞാൽ സാഡ്നെസ്, അതുപോലെയുള്ള കാര്യങ്ങൾ, സീരിയസ്നെസ് ഒക്കെ ബ്ലാക്ക് ബൈലിൽ വരും. യെല്ലോ ബൈൽ എന്ന് പറയുമ്പോൾ ആങ്കർ, അഗ്രഷൻ, ഇറിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യെല്ലോ ബൈലിൽ വരും. ഫ്ലം എന്ന് പറയുമ്പോൾ കാംനെസ്സിനെയാണ് പറയുന്നത്. അപ്പം ഇപ്പം ഒരാൾക്ക് എനർജി ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പ്ലെയിൻ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, ബ്ലഡ് കുറവായതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ എന്തായിരിക്കും, ബ്ലഡ് കൂട്ടാനായിട്ടുള്ള രീതിയിൽ ആ ഒരു ബാലൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യും എന്നുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ പേഴ്സൺ വിത്ത് ആങ്കർ ഇഷ്യൂസ് ടു മച്ച് യെല്ലോ ബൈൽ മൈറ്റ് ബി അഡ്വൈസ്ഡ് എ കൂളിംഗ് ഡയറ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു പേഴ്സണിന് ഭയങ്കരമായിട്ട് ആങ്കർ ഇഷ്യൂസ് ഉണ്ട്, അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അയാളുടെ യെല്ലോ ബൈൽ കൂടുതലാണ്. അയാളുടെ യെല്ലോ ബൈൽ എന്ന് പറയുന്ന ഹ്യൂമർ ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് അയാൾക്ക് ആങ്കർ ഇഷ്യൂസ് വന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, കൂളിംഗ് ഡയറ്റ് കൊടുക്കുക. ആ ഒരു പേഴ്സണിനെ കൂളിംഗ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായിരിക്കും, കൂളിംഗ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുന്നതാണ്, കൂൾ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക. അപ്പം എന്താ പറയാ,
ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആൻഷ്യൻ ഗ്രീക്കിൽ സൂപ്പർ നാച്ചുറലിൽ നിന്നും നാച്ചുറൽ എക്സ്പ്ലനേഷൻ ഓഫ് ഡിസീസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനെ പറ്റിയാണ് ഇതിൽ കൂടുതലും പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗ്രീക്ക് ഫിലോസഫി എന്നുള്ളതാണ്. പ്ലേറ്റോ സജസ്റ്റഡ് മൈൻഡ് ആൻഡ് ബോഡി ആർ സെപ്പറേറ്റ്. അതായത് പ്ലേറ്റോ ഇവിടെ പറഞ്ഞത് മൈൻഡും ബോഡിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, അത് രണ്ട് സാധനങ്ങളാണെന്നുള്ളതാണ്. ഡ്യുവലിസം എന്ന് പറയുന്നത് രണ്ട് എന്താണ് എൻഡ് ആണെന്നുള്ളതാണ് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മെന്റൽ പ്രോസസ്സ് സീൻ ആസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത്. മെന്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്തിൽ നിന്നും ഡിപ്പെൻഡന്റ് അല്ല, അത് രണ്ടാണെന്നുള്ളത്. അതായത് മെന്റലും ഫിസിക്കലും തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് പ്ലേറ്റോ പറഞ്ഞത്. ഇമോഷണൽ ഡിസ്ട്രസ് വാസ് നോട്ട് ലിങ്ക്ഡ് ടു ഫിസിക്കൽ ഇൽനസ്. ഒരാൾക്ക് ഒരു ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടായാൽ അത് അവരുടെ ഫിസിക്കൽ ഇൽനസ്സുമായിട്ട് എന്തില്ല, ലിങ്ക്ഡ് അല്ല എന്നുള്ളതാണ് ഗ്രീക്ക് ഫിലോസഫിയിൽ പറഞ്ഞത്. ഇനി മിഡിൽ ഏജസ് നോക്കാം. റിട്ടേൺ ടു സൂപ്പർ നാച്ചുറൽ ബിലീഫ്സ്. നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂപ്പർ നാച്ചുറൽ ബിലീഫ്സിന്റെ ബേസിലായിരുന്നു ഒരു ഡിസീസ് വരുമ്പോൾ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മിഡിൽ ഏജസിൽ വീണ്ടും തിരിച്ചെന്ത് ചെയ്തു, ഒരു സൂപ്പർ നാച്ചുറൽ ബിലീഫിലേക്ക് പോയി. അവിടെ ഡിസീസിനെ കണ്ടത് എങ്ങനെയാണ്, ഡിസീസ് സീൻ ആസ് എ പണിഷ്മെന്റ് ഫ്രം ഗോഡ് എന്നുള്ളതാണ്. ഗോഡിൽ നിന്നുണ്ടാവുന്ന നമ്മുടെ നമ്മൾ എന്തെങ്കിലും ചെയ്തു അതിന്റെ ഒരു പണിഷ്മെന്റ്, ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് ആ ഡിസീസ് എന്നുള്ള രീതിയിലാണ് മിഡിൽ ഏജസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു, ഏർലിയിൽ ഭയങ്കരമായിട്ട് ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് മെത്തേഡ്സ് ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോർച്ചർ, എക്സോസിസം പോലുള്ള ട്രീറ്റ്മെന്റ് യൂസ് ചെയ്ത് ബോഡി ദൈവം നമുക്ക് തരുന്ന ഒരു പണിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എബിൾ സ്പിരിറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങനത്തെ അത്തരത്തിലുള്ള ഡിസീസ് ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ ആ എബിൾ സ്പിരിറ്റിനെ നമുക്ക് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഇത്തരത്തിലുള്ള ടോർച്ചർ ആയിട്ടുള്ള എക്സോസിസം, ടോർച്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏർലി ഏജസിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ലേറ്റർ പ്രെയർ, പെനൻസ് ആൻഡ് ഗുഡ് ഡീഡ്സ്. അതായത് അതിനുശേഷം പിന്നെ പ്രാർത്ഥന, അതുപോലെ തന്നെ പെനൻസ്, ഗുഡ് ഡീഡ്സ്, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതായത് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുക. അപ്പൊ അതായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. പിന്നെ ചർച്ച് കൺട്രോൾ മെഡിസിൻ, പ്രീസ്റ്റേഴ്സ് ആക്ടഡ് ആസ് ഹീലേഴ്സ് എന്നുള്ളത്. അതായത് അന്നത്തെ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് അല്ല പോയിരുന്നുണ്ടായിരുന്നു, അവർ കൂടുതലും പ്രീസ്റ്റേഴ്സ്, അതായത് അവിടെ ഉണ്ടാവുന്ന പള്ളിയിലച്ചന്റെ അടുത്തേക്ക് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി പോവുക. അപ്പൊ അന്നേരം മെഡിസിൻ കൺട്രോൾ ചെയ്തിരുന്നത് ചർച്ച് ആയിരുന്നു എന്നുള്ളത്. എ സിക്ക് പേഴ്സൺ മൈറ്റ് ബി ടോൾഡ് ടു പ്രേ ഓർ കൺഫസ് സൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് റിസീവിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പം ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അന്നേരം അവർ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതുപോലെ നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾ കൺഫസ് ചെയ്യുക. അപ്പോൾ എന്താണ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം അവരോട് പ്രാർത്ഥിക്കാനും അവർ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാനും വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു സിക്ക് പേഴ്സണോട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു മിഡിൽ ഏജസിൽ ഉണ്ടായിരുന്നത്. ഇനി ബാക്കി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ബയോമെഡിക്കൽ മോഡൽ അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ വരുമ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത്രയാണ് ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽത്ത് മോഡലിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ കടക്കും. അപ്പൊ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പൊ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. കാരണം ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ലെവലിലാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.